സമയം മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടും. പക്ഷെ സമയം നഷ്ടപ്പെട്ടാൽ ജീവൻ തന്നെ നഷ്ടമാകും. ദുഷ്ടന്മാരിൽ നിന്നും മുള്ളുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ രണ്ട് ഉപായം മാത്രമാണുള്ളത്. ഒന്നുകിൽ പാദരക്ഷ കൊണ്ട് ചവിട്ടി മെതിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കുക. രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ നേരിടുന്നു. ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവയാണ്, മറ്റൊന്ന് നമ്മളെ എന്നേക്കുമായി മാറ്റാൻ കഴിയുന്നവയുമാണ്. നിങ്ങൾക്കുണ്ടായ ഒരു ദുഃഖത്തിൽ തന്നെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടരും. സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും. അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. ബന്ധങ്ങൾ അത് എന്നേക്കുമായി നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ തന്നെ നമ്മൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം മാത്രമാണ് അത് നിലനിൽക്കുന്നത്. നിങ്ങളെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാത്ത ഒരാളെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു നേട്ടമാണ്, അത് നഷ്ടമല്ല. ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റൊരാളുടെ പോക്കറ്റിൽ ഇടരുത്. അവർ അത് ഇടയ്ക്കിടെ നഷ്ടപ്പെടുത്തും. അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളാവാൻ അവർ ആഗ്രഹിക്കുന്നു. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. ഒരു മെഴുകുതിരി നാളത്തിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഇരുട്ടുകൊണ്ടും ഒരിക്കലും കെടുത്തിക്കളയാനാവില്ല. നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഠിനമായി ശ്രമിക്കുന്ന ഒരാളെ നിങ്ങൾ വിട്ടുകളയരുത്. കാരണം നിങ്ങളുടെ പോരായ്മകൾ മറികടക്കാൻ വേണ്ടത്ര ക്ഷമയുള്ള ഒരാളെ കണ്ടെത്തുന്നത് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒന്നല്ല. അവരെ എന്ത് വില കൊടുത്തും കൂടെ കൂട്ടുക. മറ്റൊരാളുമായുള്ള ബന്ധത്തിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ മഹനീയമായ ബന്ധം എന്തെന്നാൽ ഇന്നലത്തെ കലഹങ്ങൾ ഇന്നത്തെ സല്ലാപങ്ങളെ ബാധിക്കാത്തതാണ്. നമ്മൾ ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്നവർ ആണെങ്കിൽ പോലും ആളുകൾക്കിടയിൽ നമ്മളെ കുറ്റം പറയുന്നവർ ഉണ്ടാകും. അതാണ് ജീവിതം. നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് നമുക്കുണ്ടാകുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. എല്ലാവർക്കും പറയാനുണ്ടാകും ഓരോരോ കഥകൾ. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഓരോരുത്തരും. ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാൻ ഉള്ളതല്ല, അത് പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ്. പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ്. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നതല്ല ഏകാന്തത. നിങ്ങളെ ആരും പരിഗണിക്കാൻ ഇല്ലാത്തപ്പോൾ അനുഭവപ്പെടുന്ന വികാരമാണ് ഏകാന്തത. ആരെങ്കിലും നിങ്ങളെ നിരസിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ വിഷമിക്കരുത്. ആളുകൾ സാധാരണയായി വിലയേറിയ കാര്യങ്ങൾ നിരസിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. കാരണം അവർക്കത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മൾ അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നത്. നമ്മൾ അവരെ കൊല്ലുന്നതിന് സമമായി അവർക്ക് അത് തോന്നും. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. പ്രശ്നങ്ങളെ തരണം ചെയ്ത് നേടുന്ന വിജയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആരും തോൽക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആരും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒരുക്കമല്ല. പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തി ഇല്ലായ്മയാണ് നിങ്ങളെ തളർത്തുക. ജന്മവാസന ഉള്ളവരേക്കാൾ കൂടുതൽ വ്യക്തികൾ കഠിന പരിശ്രമത്തിലൂടെ മഹത്തായ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധത്തിന് പഴയ പോലെയുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും
ഉണ്ടാകില്ല. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാകണമെന്നില്ല.